ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫ്രീ ജീസസ് വ്ളോഗ്സ്. അപ്പം ഇന്നിപ്പോൾ നമ്മൾ വ്ളോഗൊന്നുമല്ല എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ചൂട് സമയത്ത്, അതായത് സമ്മർ സീസണിൽ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റിയ ഏറ്റവും വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു ഹോം മെയ്ഡ് ലസ്സി. അത് നിങ്ങൾക്ക് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ്. എന്തായാലും ഒന്ന് കണ്ടു. നമ്മളെപ്പോഴും സ്ഥിരം അടിക്കാറുണ്ട്. നമ്മൾ ഇടയ്ക്ക് എൻ്റെ ഒരു വ്ളോഗിനകത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചായിരുന്നു ഒരു ലസ്സി അടിക്കുന്നതായിട്ട് കാണിച്ചായിരുന്നു. അപ്പം കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചു, ഇതുപോലെ എങ്ങനെയാണ്, എന്ത് ലസ്സിയാണ് ചെയ്തത് എന്ന് ചോദിച്ചു. ആകെ 19 സബ്സ്ക്രൈബേഴ്സാണ് നിനക്കുള്ളത്. ആരോടാ ചോദിച്ചു എന്നോട്? അപ്പം അത് കാണിക്കാം ഗൈസ്. വളരെ സിമ്പിളാണ്. ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒന്നുമില്ല. തൈര്, സാധാ തൈര്, മിൽമയോ മിൽക്കി മിസ്റ്റോ ഏതെങ്കിലും തൈര് എടുക്കുക, കുറച്ച് പഞ്ചസാര, ഇത്രയും മാത്രം മതി. ഞാൻ കാണിച്ച ഗൈസ്. പ്രീതിയുടെ മിക്സിയാണ് കൊണ്ടിരിക്കുന്നത്. ഞാൻ തന്നെ ഓൾറെഡി കഴുകി വെച്ചതാണ്, എന്നാലും ജസ്റ്റ് ഒന്നുകൂടെ കഴുകുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇത് സെറ്റ്. നമ്മൾ തൈരെടുക്കുക. ഓക്കെ, ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു അര കവർ തൈര് മതി. രണ്ടാൾക്കാണെങ്കിൽ ഒരു കവർ തൈര് എടുക്കാം. ഓരോരുത്തർക്ക് വേണ്ട പോലെ, ആവശ്യം പോലെ എടുക്കാം. ഇത് ഒരു കൈ കൊണ്ട് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, എന്നാലും ഓക്കെ ഗൈസ്. അപ്പം തൈരെടുത്തു, ഒഴിച്ചു, കണ്ടില്ലേ? അപ്പം ഞാൻ ഒരു കവർ തൈരെടുത്തു ഗൈസ്. വൺ ഫുൾ കവർ തൈരാണ് ഞാൻ യൂസ് ചെയ്തത്. മിൽമയുടെയാണ് ഉപയോഗിച്ചത്. മിൽക്കി മിസ്റ്റോ മിൽമ ഏതായാലും ഉപയോഗിക്കാം. മിൽക്കി മിസ്റ്റ് ആയിരിക്കും കുറച്ചും കൂടെ ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്. കാരണം മിൽക്കി മിസ്റ്റ് ആകുമ്പോൾ കുറച്ചും കൂടി പുളിപ്പ് കുറവായിരിക്കും. മിൽമയുടെ കുറച്ചും കൂടി പുളിപ്പ് കൂടുതലായിരിക്കും. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ മിൽമ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് വീട്ടിൽ മിൽമ ഇരിപ്പുള്ളൂ, അതുകൊണ്ട് അത് യൂസ് ചെയ്തു. ഏതായാലും ഉപയോഗിക്കാം, കുഴപ്പമില്ല. നിങ്ങൾ കുടിക്കുന്ന പോലെ ചിലർക്ക് പുളിപ്പ് കൂടുതൽ ഇഷ്ടമായിരിക്കും, ചിലർ പുളിപ്പ് കുറവായിരിക്കും ഇഷ്ടം. അപ്പോൾ ഏതായാലും ഇതുപോലെ ഞാനിപ്പം ഒരു ഫുൾ കവർ തൈര് യൂസ് ചെയ്തു. എന്ന് വെച്ചാൽ 2 പേർക്ക്, എനിക്കും തെറിക്കും വേണ്ടി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഫുൾ കവർ യൂസ് ചെയ്തത്. അപ്പം നമുക്ക് ഒരാൾക്ക് കുടിക്കാനാണെങ്കിൽ അര കവർ തൈര് മതി. പിന്നെ ഡിപ്പെൻസ്, ഓരോരുത്തർക്ക് എത്ര കുടിക്കാൻ വേണം അതുപോലെ. ഒരുപാട് കുടിക്കുന്നവർ കൂടുതലെടുക്കുക, കുറച്ച് കുടിക്കുന്നവർ കുറച്ചെടുക്കുക, അത്രേ ഉള്ളൂ. ഞാൻ സാധാരണ എനിക്ക് വേണ്ടി മാത്രം ഇടുമ്പോൾ അര കവർ തൈരാണ് എടുക്കുന്നത്. ഇതിപ്പം ഒരു ഫുൾ കവർ തൈര് എടുത്തു 2 പേർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പം ഇത് സെറ്റായി. ഓക്കെ, അപ്പോൾ തൈര് ഒന്നുമില്ല, തൈര് ഡയറക്റ്റ് ഇതിനകത്തോട്ട് ഒഴിച്ചു. ഇനി പഞ്ചസാര. പഞ്ചസാര എടുക്കുക. ഞാൻ ഒരുപാട് പഞ്ചസാര ഇടാറില്ല ഗൈസ്. സാധാരണ ലസ്സിയിൽ ഒരുപാട് നല്ല പഞ്ചസാര ഇടും. പക്ഷെ ഞാൻ 1, 2, 3, 4, സാധാരണ 4 ഇടാറുള്ളൂ. ഇതിപ്പോൾ കുറച്ചും കൂടി ഇടാൻ കാരണം അത് മിൽമയുടെ തൈരായതുകൊണ്ട് പുളിപ്പ് കൂടുതലായിരിക്കും. എന്നാലും ഇത്ര ഇടാറുള്ളൂ. ചിലവർ കൂടുതലിടും. തൈര് പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടം പോലെ ഇടാം ഗൈസ്. നിങ്ങൾക്ക് പുളിപ്പ് കൂടുതൽ വേണ്ടവരുണ്ട്, മധുരം കൂടുതൽ വേണ്ടവരുണ്ട്, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇടുക. കുറച്ച് ഹെൽത്തി ആയിട്ട് ആണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പഞ്ചസാര കുറച്ചിടുക, എങ്കിൽ ടേസ്റ്റും കാണും, നല്ല പുളിപ്പും നല്ലൊരു ആ ലസ്സിയുടെ ടേസ്റ്റും കാണും, ഹെൽത്തി ആയിരിക്കും. എന്ത് ഹെൽത്തി അങ്ങനൊന്നുമില്ല, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്താൽ മതി. പഞ്ചസാര ഇട്ടു, തൈരിട്ടു, പഞ്ചസാര ഇട്ടു. ഇപ്പോൾ നമ്മൾ 2 പേർക്ക് വേണ്ടി ചെയ്തപ്പോൾ എന്തുവാണ്, ഒരു കവർ തൈരും ഒരു 4-5 ചെറിയ സ്പൂൺ, കുഞ്ഞു സ്പൂൺ, പ്ലാസ്റ്റിക് സ്പൂൺ പഞ്ചസാര ഇട്ടു. ഓക്കെ, ഇട്ട് ഓൺ ചെയ്യാം. ഓക്കെ, സ്വാദിഷ്ടമായ ഹോം മെയ്ഡ് ലസ്സി. ഇത് നമുക്ക് വേണമെങ്കിൽ ഐസ് ഇട്ട് ചെയ്യാം ഗൈസ്. ഐസ് ഇട്ട് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ ഐസ് ഇട്ടില്ലെന്നേ ഉള്ളൂ, ആക്ച്വലി മറന്നതാണ്. ഐസ് ഇട്ട് ചെയ്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഐസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുറച്ചും കൂടി ലൂസ് ആയിരിക്കും മാത്രം. ഓരോരുത്തർ അവരുടെ രീതിയിൽ ചെയ്യും. കുടിച്ചു നോക്കാം ഗൈസ്. പെർഫെക്റ്റ്, അത്രേ ഉള്ളൂ.
കറക്റ്റ് കണ്ടോ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരു ഫുൾ കവർ തൈരിന് കറക്റ്റ് 2 ഗ്ലാസ്, ഇതുപോലത്തെ 2 വലിയ ഗ്ലാസ് ലസ്സി റെഡിയാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സമ്മർ സീസണിൽ വീട്ടിലുണ്ടാക്കി കുടിക്കാൻ പറ്റിയ ഹോം മെയ്ഡ് ലസ്സി. റീ കൊണ്ട് കൊടുക്കാം. ഉറക്കമാണ് ഗൈസ്, ഇപ്പോൾ പോയി കൊടുത്ത ഇടി കിട്ടും. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഭാര്യ ഇതുപോലെ പോത്തുപോലെ കിടന്നുറങ്ങുമ്പോൾ വലിയ സ്നേഹം കാണിച്ച് പോയി കിണ്ടി വിളിച്ച് ഇതൊന്നും കൊടുക്കാൻ നിൽക്കരുത്, പച്ചത്തെറി കിട്ടും. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, ഇതിങ്ങനെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാം. എന്നിട്ട് ഉറക്കം എണീക്കുമ്പം സ്വന്തമായി വന്ന് കുടിച്ചോളൂ. അപ്പോൾ സേഫാണ്. അതാണ് ആരോഗ്യത്തിന് സേഫ്. അപ്പോൾ ഓക്കെ ഗൈസ്, അത്രേ ഉള്ളൂ. ഹോം മെയ്ഡ് സമ്മർ വെക്കേഷനിലല്ല, സമ്മർ സമയത്ത്, ചൂട് സമയത്ത് നമുക്ക് വീട്ടിലുണ്ടാക്കി കുടിക്കാൻ പറ്റിയ ഹോം മെയ്ഡ് ലസ്സി നിങ്ങൾ വീട്ടിലുണ്ടാക്കും ഗൈസ്, സൂപ്പറാണ്. ചിയേഴ്സ്.